നബിയില്ലാഹി ആദം അലൈഹിസ്സലാം ഇങ്ങനെ പറ, നാളെ അറബിയാവുള്ളൂ. ഇലാ അതിർത്തി ആദം നബി അലൈഹിസ്സലാം, അത് അങ്ങനെ ഉണ്ടാകും. ഇലാ അതിർത്തി ഇവിടെ മറപ്പെട്ട പാപ്പ, ഇലാ അതിർത്തി അവിടെ മറപ്പെട്ട പാപ്പ. ഇതിന് ഇലാ അതിർത്തിയുടെ പെൺകുട്ടിയെ അറബി അറിയില്ല തരീഖത്തേർക്ക്. അറബി അറിയില്ലെങ്കിൽ ഖുർആൻ അറിയില്ല, ഖുർആൻ അറിയില്ലെങ്കിൽ അത്ര അറിയില്ല ഹദീസ്, രണ്ടും അറിയില്ല, ഒരു ചുക്കും അറിയില്ല, ഒരു ഇൽമും ഇല്ല. ഇൽമു അറിവില്ല എന്നും അറിവില്ല. ഇപ്പത്തെ ത്വരീഖത്തിൽപ്പെട്ട കൊമ്പന്മാരാണ് ഞാൻ പറയുന്നത്. ഒരു ചുക്കും അറിയില്ല അബിയന്മാരെ. ഒരു ഇബാറത്ത് ശരിക്കും ഹല്ല് ചെയ്യാൻ അവർക്ക് കഴിയില്ല. ത്വരീഖിന്റെ കിതാബുകൾ അവർക്കറിയില്ല. ത്വരീഖിന്റെ കിതാബിന്റെ എണ്ണം അവർക്കറിയില്ല. അയിമത്ത് എഴുതി വെച്ചത് മുതാല ചെയ്യാൻ അവർക്ക് ഒഴിവില്ല. അവർ നേരിട്ട് വാങ്ങുകയാണ് അല്ലാഹുവിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്, നേരിട്ട് ഇങ്ങനെ വാങ്ങിയാൽ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് വാങ്ങിയതല്ലാതെ ശരീഅത്താവുകയില്ല എന്ന് അയിമത്ത് മുഴുവൻ പറഞ്ഞു. നേരിട്ട് വാങ്ങിയതാണ്. നേരിട്ടൊരു ഇൽമ ഇല്ല, നേരിട്ടൊരു ഇൽമ കൊടുക്കുന്ന പരിപാടിയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തുറന്നു പറഞ്ഞതാണ്. അല്ലാഹു തആല റസൂലിലൂടെയാണ് കിട്ടുക, മുഹമ്മദ് നബി തങ്ങളിലൂടെ അല്ലാതെ ഒരു ഇൽമും ഈ സമൂഹത്തിന് ലഭിക്കുകയില്ല. കിട്ടിയാൽ അത് ഇൽമാവുകയുമില്ല. തരീഖത്തുകാരത് ഞാൻ പറഞ്ഞിട്ട് അലിഫ്ലാമീം എന്നുള്ള ഒരു അറിവ് ഞാൻ പറഞ്ഞ അലിഫ്ലാമീം എന്നുള്ളത് ആദ്യത്തെ വാക്കാ. പിന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ മുതൽക്ക് സൂറത്തു നാസ് വരെയുണ്ട്. അതിന്റെ ഒക്കെ അർത്ഥം പറയാൻ പറ. അറിയില്ല. ദാലിക്കൽ കിതാബിന്റെ അർത്ഥം അറിയില്ല, ലാ റൈബ ഫീന്റെ അർത്ഥം അറിയില്ല, ലാസ്റ്റ് വരെ ഒന്നും അറിയില്ല. വിശുദ്ധ ഖുർആനിൽ മുഹ്കമായി സമൂഹം പഠിച്ചിരിക്കേണ്ട ആയത്തുകളെ സംബന്ധിച്ച് ഒരു അറിവുമില്ല. മുതശാബിഹ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ആയത്തുകളാണ് അലിഫ് ലാം മീം പോലുള്ള ആയത്തുകൾ. അതിനെ സംബന്ധിച്ച് അയിമത്ത് പറഞ്ഞതിലേക്കൊന്നും നോട്ടമില്ല. അവർക്ക് തോന്നിയതങ്ങ് പറയും. വിശുദ്ധ ഖുർആൻ ഈ ത്വരീഖത്തുകാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവർക്ക് പേര് പറഞ്ഞതെന്നറിയുമോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അല്ലാഹു ഖുർആൻ ഇറക്കിയത് ഫീഹി ആയാത്തും മുഹ്കമാത്ത് ഹുന്ന ഉമ്മുൽ കിതാബ്. മുഹ്കമായ സമൂഹത്തിൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കപ്പെട്ട വിശദീകരിക്കപ്പെട്ട ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഖുർആന്റെ മെയിൻ ലക്ഷ്യം. അതാണ് സമൂഹം അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് അവരുടെ മതത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് പഠിക്കേണ്ടതാണ്. അങ്ങനെയല്ലാത്ത അല്പം ആയത്തുകളുമുണ്ട്. അതിന്റെ പേര് മുതശാബിഹാത്ത് എന്നാണ്. എന്നിട്ട് അല്ലാഹു തആല അങ്ങ് സംസാരിച്ചിട്ട് അല്ലാഹു പറഞ്ഞു പോയിട്ട് കുറെ അങ്ങ് പറഞ്ഞിട്ട് പറയുന്നു, അല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ യത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വഇബ്തിഗാഅ തഅവീലിഹി വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ്. ഹൃദയ രോഗമുള്ള കപടന്മാർ ഈ മുതശാബിഹാത്തുമായി നടക്കുന്നതാണ്. അതിന്റെ യഥാർത്ഥ അർത്ഥം അല്ലാഹുവിനല്ലാതെ അറിയില്ല. എന്നിട്ട് അതിന്റെ അർത്ഥം അറിയാൻ വേണ്ടി കപടന്മാർ ഇവിടെ നടക്കുന്നതാണ്. ഇതാണ് ഇപ്പത്തെ തരീഖത്തുകാരെ പറ്റി അല്ലാഹു പറഞ്ഞത്. ഈ മുതശാബിഹാത്തായ ആയത്ത് മുക്കി പിടിച്ച് അലിഫ് ലാം മീമിന്റെ അർത്ഥം അറിയുമോ, മറ്റീന്റെ അർത്ഥം അറിയോ, ഇത് പറഞ്ഞു നടക്കുക. അതിന്റെ അപ്പുറം മുഹ്കമായ ആയത്തിനെ പറ്റി ചർച്ചയില്ല. സൂക്ഷിക്കണം സഹോദരന്മാരെ. എന്നിട്ട് ഞാൻ പറഞ്ഞത്, താനാളൂർ ആ തരീഖത്തുകാരൻ പറഞ്ഞെന്താരോ, എന്റെ ഒരു സുഹൃത്ത് ഹജ്ജിന് പോകുമ്പോൾ അയാളോട് യാത്ര പറയാൻ പോയി. ഈ സുഹൃത്തിനോട് പറഞ്ഞതാ. ഞാൻ അവരുടെ പേരെന്നോട് പറഞ്ഞില്ല, പേര് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ പിടുത്തം കിട്ടും. സുഹൃത്തിനോട് പറഞ്ഞ, എന്തിനാ പറ്റി ഹജ്ജിന് പോണത്? ഞാൻ ഇവരട്ടെ പോയിക്കണില്ലേ, വാജിബും നിർബന്ധമൊക്കെ വീടിക്കണില്ലേ, ഇഞ്ഞടോ ഹജ്ജിനൊന്നും ഇപ്പൊ പോണ്ട, തരീഖത്തിൽ അമൽ ചെയ്യും. എന്നിട്ട് തരീഖത്തിൽ അമൽ ചെയ്താൽ മൂപ്പര് പറഞ്ഞ കാര്യം ഓർത്ത് എനിക്ക് ചിരി വരുന്നു. തരീഖത്തിൽ അമൽ ചെയ്താൽ നമ്മൾ പാറിയിട്ട് ഹറമിലെത്തും. പാറല പിന്നെ അടുത്ത പരിപാടി. പാറിയിട്ട് മക്കത്തെത്തിയിട്ട് ഹജ്ജ് ചെയ്യാം, അതാ പരിപാടി. പാറ്, ഇതാണിപ്പോ തരീഖത്തോണ്ടുള്ള ലക്ഷ്യം. സുബ്ഹാനല്ലാഹ്, തരീഖത്തിന്റെ ലക്ഷ്യം പാറലല്ല, പാറുകയും. എന്നിട്ട് കേൾക്കണം, ഇവനിപ്പോ ഈ തരീഖത്തുകാരെ ഏകദേശം 4 കൊല്ലം അതിന് ചൊല്ലി പാറി. എന്നിട്ട് താനാളൊരു ജുമുഅത്ത് പള്ളിയിൽ ഒരു ദിവസം അദ്ദേഹത്തെ കാണാനില്ല. എന്നെ കാണുമ്പോ അസ്സലാമു അലൈക്കും ഒരു അടിയൊക്കെ അടിക്കലുണ്ട് മൂപ്പര്. മൂപ്പര് കാണാതായപ്പോ ഞാൻ ചോദിച്ചറിഞ്ഞു, ഫുലാന എവിടെ? അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, കാലിന്റെ മുട്ടിന് വേദനയായിട്ട് സുഖമില്ലായിട്ട് ഉപ്പര് പെരിയിരിക്കാണ്. താനാളൂർ പള്ളിക്കൊക്കെ 4 കൊല്ലം അമൽ ചെയ്തിട്ട് പാറാൻ പറ്റിയിട്ടില്ലേ മൂപ്പർക്ക്? മൂപ്പര് താനാളുകാരനാ. എന്നിട്ട് മൂപ്പർക്ക് കാലിന് മുട്ട് വേദന ആയപ്പോ അവിടെ കുടുങ്ങിയിരിക്കണം, പാറിയിട്ടില്ല. ആ റോട്ടുമ്പൊക്കെ ഒന്ന് പാറിയിട്ട് ഒന്നും ഇങ്ങോട്ട് വളി പറമ്പ് ഒന്ന് പാറിയാ പോരേനോ? പാറാൻ കാത്തുക്കാണല്ലോ മക്കത്തുക്കും മദീനത്തുക്കും പോകാൻ. ഇതാണ് ഇപ്പൊ ത്വരീഖത്തിന്റെ ലക്ഷ്യം. ആശ്ചര്യങ്ങൾ കാട്ടാനുള്ള കഴിവുണ്ടാക്കുക, ആശ്ചര്യങ്ങൾ കാട്ടാൻ കഴിവുണ്ടാക്കുക. സുബ്ഹാനല്ലാഹ്, ത്വരീഖത്തിന്റെ ലക്ഷ്യം അതല്ല. ഷാദിലി ത്വരീഖത്തിന്റെ ആധികാരിക ഗ്രന്ഥമായ ഹികമിൽ ഇക്കാര്യം പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിലെല്ലാം ഷർഖാവി ഷാദിലി
ഇതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ത്വരീഖത്ത് കൊണ്ട് ഉദ്ദേശം കറാമത്തുകളല്ല. കറാമത്ത് ലക്ഷ്യം വെച്ചവന് അല്ലാഹുവിന്റെ ത്വരീഖിലല്ല. കറാമത്ത് ലക്ഷ്യം വെക്കല് അത് ഹവൻ നഫ്സാണ്, അത് ശരീര ഇച്ഛയാണ്. റസൂലുള്ളാഹിന്റെ അരികിൽ ഞങ്ങൾക്ക് പലപ്പോഴും എത്താൻ തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. റബ്ബായിന്റെ ജലാലിയത്ത് ജമാലിയത്ത് ബോധത്തോടുകൂടെ ഞങ്ങളെ പങ്കെടുപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ മുസ്ദലിഫയിൽ മഹാന്മാരുമായി ബന്ധം നൽകണേ അല്ലാഹ്. ഇതിന്റെ കൂലി മുഴുവൻ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഞങ്ങളുടെ സ്ഥാപനത്തെയും റസൂലുള്ളാഹിക്ക് പരിചയമുള്ള അവിടുത്തെ മദതുള്ള സ്നേഹമുള്ള സ്ഥാപനമാക്കണേ അല്ലാഹ്. ഇവിടെ നടക്കുന്ന ദിക്ർ റസൂലുള്ളാഹിന്റെ മദതുള്ള ദിക്റാക്കണേ അല്ലാഹ്. മടവൂരിന്റെ മദതുള്ള ദിക്റാക്കണേ അല്ലാഹ്. ദിക്റിൽ പങ്കെടുക്കുന്നവരിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആ ദിക്റിന്റെ ശേഷം അതിൽ ചെയ്യുന്ന ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിലേക്ക് നേർച്ച ചെയ്യുന്നത് സ്വീകരിക്കണേ അല്ലാഹ്. എന്ത് ഫലം എന്ത് ഉദ്ദേശമായിരുന്നാലും ഫലം നൽകണേ അല്ലാഹ്.